അപ്പോൾ ഞാൻ ഇന്ന് ഒരുക്കുന്ന ആൾ ഇതാണ്. അപ്പോൾ രാവിലെ തന്നെ 4 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ടൊക്കെ ആൾ വന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ഉണക്കിയെടുത്ത് പിന്നെ ഞാൻ നല്ല കേളി ഹെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തു. സ്ട്രെയിറ്റ് ചെയ്ത് മുടി പുട്ടപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ്. പിന്നെ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ആ ഒരു ടൈം എടുത്താണ് ഈ ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വർക്കുണ്ട്, ആദ്യ കുർബാന അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കല്യാണ വർക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നത് കേട്ടോ. ഞാൻ ഇതിനോടൊപ്പം തന്നെ എൻ്റെ ഫോൺ നമ്പറും കൂടി ഒന്ന് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മേക്കപ്പൊക്കെ ഇടാനായിട്ട് ആളിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അതോ രാവിലെ കുഞ്ഞു ആളല്ലേ, 10-11 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആൾ രാവിലെ ഇങ്ങനെ വന്നിരിക്കുന്നതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു. ആളുടേതായ ഒരു ലോകത്താണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തു, മേക്കപ്പ് ചെയ്തു. പിന്നെ ഫൈനലൊക്കെ നന്നായിട്ട് ലാസ്റ്റ് പിന്നെ ഇരുന്ന് കാണിച്ചു തന്നു കേട്ടോ. ചില പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും സമയം അങ്ങനെ ഇരുന്ന് കാണിച്ചു തരത്തില്ല. പക്ഷേ ആ കുഞ്ഞിരുന്നു, കുറേ ടൈം ഇരുന്നു. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ചെയ്തു. എനിക്കിനി ഈ മേക്കപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുണ്ട്, കുട്ടികളെ പോയി ഒന്ന് സെറ്റാക്കി എടുക്കണം. അവരൊക്കെ എൻ്റെ മദർ-ഇൻ-ലോയുടെ വീട്ടിൽ മയമ്മയുടെ വീട്ടിലോട്ടാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് പോയി എടുക്കണം അവിടെ നിന്ന്. പിന്നെ ഇന്ന് സൺഡേയും കൂടിയല്ലേ, സൺഡേ കുർബാനയ്ക്ക് പോയില്ല. കുർബാനയ്ക്ക് പോകണം പിള്ളേരെയും കൊണ്ട്, അല്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടായി മാറും എനിക്ക് സൺഡേ കുർബാനയ്ക്ക് പോകാതിരുന്നാൽ ഒട്ടും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കുർബാനയ്ക്ക് പോകണം പോയിട്ട്. അപ്പം മോളുടെ മേക്കപ്പ് ഏകദേശം കഴിയാറായി കേട്ടോ. ഏകദേശം കഴിയാറായി. ഫേസൊക്കെ നല്ല, അതായത് ഫേസ് എന്ന് ഉദ്ദേശിക്കുന്ന സ്കിൻ മോളുടെ സ്കിന്ന് നല്ല സ്കിന്നായിരുന്നു കേട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ചിലരുടെ സ്കിന്നിന് എന്തെങ്കിലും കൊച്ചു കുട്ടികളല്ലേ, അപ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു ഇതൊക്കെ കാണും. പക്ഷെ മോളുടെ സ്കിന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റിയ സ്കിന്നായിരുന്നു, സൂപ്പർ സ്കിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും ആ ഫേസിനോടതങ്ങ് ജോയിൻ്റായി പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോളുടെ കൺപീലിയില്ലേ, കൺപീലിക്ക് നമ്മൾ കൺപീലി കേൾ ചെയ്ത് കൊടുത്താലേ അതിൻ്റെ ആ കൺപീലിക്ക് നല്ലൊരു നീളം കിട്ടത്തുള്ളൂ. പക്ഷേ ഓൾറെഡി മോളുടെ കണ്ണിൻ്റെ പീലിയൊക്കെ നല്ല നീളമുള്ള പീലിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ ഹെയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഹെയർ സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ നല്ല കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. നേരെ എടുക്കണോ അതോ സൈഡിന് വഗരെടുത്തിട്ട് ചെയ്യണോ? അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എനിക്ക് സത്യത്തിൽ മേക്കപ്പും കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് ചെയ്യും കേട്ടോ. പക്ഷേ ഹെയർ വരുമ്പോഴത്തേനും എനിക്കിച്ചിരി ടഫാണ്. ഹെയർ വരുമ്പോഴത്തേനും കൺഫ്യൂഷനാണ്, ആർക്കെന്ത് ചേരും എന്നുള്ള ഒരിതിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ എന്തായാലും മോൾക്കൊരുവിധം ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ വേറെ ഹെയർ സ്റ്റൈലായിരുന്നു. പക്ഷേ ചെയ്ത് വന്നപ്പോഴത്തേനും ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു. എന്നാലും മോൾക്ക് ഭംഗി ആയിട്ടുണ്ടായിരുന്നു, കൊള്ളാമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോരാഞ്ഞിട്ട് മോളുടെ നല്ല കേളി ഹെയറാണ്. ഈ ഒരു പരുവാക്കിയെടുക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കേളി ഹെയർ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാനതൊന്ന് ആദ്യം ഒന്ന് 1 ഡേ സ്മൂത്ത് ചെയ്ത് കണക്ക് അങ്ങ് സ്ട്രെയിറ്റ് ചെയ്തിട്ടു, അയൺ ചെയ്തിട്ട് കേട്ടോ, സോറി അങ്ങനെ പറയുന്നേക്കാൾ അയൺ ചെയ്തിട്ടു എന്ന് പറയുന്നതല്ലേ ബെറ്റർ. ഓക്കെ, അയൺ ചെയ്തിട്ടപ്പോഴത്തേനും പക്ഷെ ഫ്രണ്ടിൽ ആ ഒരു മുടിയിൽ ബേബി ഹെയറൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ബേബി ഹെയർ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചതിൻ്റെ പേരിൽ തന്നെ അവിടെ ഒന്ന് വേറെ, അതായത് ഫേസിന് ചേരാണ്ടായപ്പോൾ ഞാൻ മാറ്റി ചെയ്യാനായിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേനും അത് സെറ്റിംഗ് സ്പ്രേ അടിച്ചതിൻ്റെ പേരിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാത്ത ആ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഫൈനലി ഞാൻ ഒരുവിധം വിചാരിച്ച കണക്കൊക്കെ ഒന്ന് ഹെയർ സെറ്റ് ചെയ്തു.
ആൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിലാ മുടി ഇട്ട് കൊടുത്തില്ലേ, അത് മോൾക്കത് വേണ്ടെന്നും പറഞ്ഞിട്ട് ചേച്ചി അതൊന്നും എനിക്ക് ഒതുക്കി വെച്ച് തരാമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മോളെ അത് അവിടെ അങ്ങനെ കിടക്കുന്നത് ആ ഭംഗിയെ പോലെങ്കിൽ എല്ലാം കൂടി അങ്ങ് ഒതുങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു മുടി അങ്ങനെ ഇട്ട് കൊടുത്തു. 2 സൈഡ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഒരു സൈഡുള്ളത് അപ്പോൾ ആൾക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഊരിയത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ എന്നെ വിളിക്കാൻ മറക്കരുത്, കോണ്ടാക്റ്റ് ചെയ്യുക. എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഞാനിവിടുന്ന് ട്രിവാൻഡ്രം വരെ വരും കേട്ടോ. കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ വരും. പിന്നെ കൊല്ലത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും വർക്കുകളോ കാര്യങ്ങളോ ഇതുപോലെ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ നമ്പർ ഇവിടെ ഒന്നുകൂടി കൊടുത്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്